മാർച്ച് മാസം 19-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഭവനത്തേക്കാൾ ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തിനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായി പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മഹത്വമുള്ള സ്വർഗീയ പിതാവേ, നന്ദി, സ്തുതി, മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. എബ്രായ ലേഖനം നാം വായിച്ചു വരുമ്പോൾ ഒരുപാട് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് വായിക്കും തോറും അതിലെ ആകാംക്ഷ കൂടുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു, രക്ഷയുടെ ഉറപ്പ് വർദ്ധിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ ആശ്വാസം നൽകുന്ന ദൈവഭാഗമാണ്, ദൈവവചനമാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് എഴുതിയിരിക്കുന്നത് എബ്രായ വിശ്വാസികൾക്കാണ്. എന്ന് വെച്ചാൽ അബ്രാഹമിൻ്റെ, യാക്കോബിൻ്റെ സന്തതിയായി ജോസേഫിൽ 12 ഗോത്രങ്ങളടങ്ങുന്ന വാഗ്ദത്ത ജനമായ ഇസ്രായേലിന് ആണ്. ഈ ഇസ്രായേലിൻ്റെ രക്ഷകനായി വന്ന, മശിഹായി വന്ന യേശുക്രിസ്തുവിനെ മശിഹായായിട്ട് സ്വീകരിച്ച എബ്രായ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ജാതികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ യഹൂദന്മാരല്ലാത്തത് കൊണ്ട് നമുക്ക് ന്യായപ്രമാണം അറിയത്തില്ല, പഴയ നിയമം അറിയത്തില്ല. അതുകൊണ്ട് വ്യക്തമായ അറിവും ധാരണയുമുള്ള വ്യക്തികളോടാണ് ഇത് എഴുതിയത് എന്ന് നാം ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പഴയ നിയമം നമ്മൾ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എബ്രായ ലേഖനം അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദൈവം സംസാരിച്ചു, പുത്രനിലൂടെ സംസാരിച്ചു, പുത്രൻ പാപപരിഹാരം വരുത്തി, പുത്രൻ സൃഷ്ടാവാണ്. അതുമാത്രമല്ല, പാപപരിഹാരം വരുത്തിയതിന് ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് ഉപസ്ഥിതനായിരിക്കുകയാണ്. രക്ഷ, ഇത്ര വലിയ രക്ഷ, പാപക്ഷമ, പാപപരിഹാരം വരുത്തി ഇന്ന് തൻ്റെ ശത്രുക്കളെ പാദപീഠം ആക്കുവോളം പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മൾ മൂന്നാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ
നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന, നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലന്മാർ എന്താണ് നാം സ്വീകരിച്ചിരിക്കുന്നത്? അവിടെ നമ്മുടെ വിശ്വാസം എന്താണ്? വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം എന്താണ്? ആ പ്രമാണങ്ങൾ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അത് നാം മുറുകെ പിടിക്കണം. വ്യക്തമായി ദൈവവചനത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല, അത് മുറുകെ പിടിക്കുക വേണം എന്നതിന്, അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് പഠിക്കുകയും അതിൽ പ്രത്യാശ കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം എന്ത് എന്ന് നാം ചോദിക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നാം പരിശോധിച്ചാൽ ആദ്യത്തെ നാലാം നൂറ്റാണ്ടിൽ ധാരാളം വിശ്വാസ പ്രമാണങ്ങൾ സഭയ്ക്ക് ലഭിക്കുകയുണ്ടായി. വിശ്വാസ പ്രമാണങ്ങൾ തിരുവചനത്തിൽ നിന്ന് 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ദൈവവചനത്തിൽ നിന്ന് ക്രോഡീകരിച്ച പ്രസ്താവനകളാണ്, പ്രമാണങ്ങളാണ്. ദൈവമാര്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അവൻ ഇന്ന് എവിടെ ഉപസ്ഥനായിരിക്കുകയാണ്, അവൻ വീണ്ടും വരുമെന്നുള്ള വിഷയങ്ങൾ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ നമുക്ക് ആദിമ സഭയിൽ തന്നെ നമുക്ക് വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമാര് എന്നുള്ളത്, അതുപോലെ ക്രിസ്തു ആര്, ക്രിസ്തുവിൻ്റെ പാപപരിഹാരം എങ്ങനെ, ക്രിസ്തുവിൻ്റെ പാപപരിഹാരം, യേശുക്രിസ്തു പാപപരിഹാരം വരുത്തിയതിനു ശേഷമാണ് ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിഷയമാണ്. എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് എബ്രായത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന ദൈവമല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാം അധ്യായത്തിൽ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അവിടെ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ദൈവ കൃപ നിരസിക്കുന്നുവെങ്കിൽ, കൃപയാലുവായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം തൻ്റെ പുത്രനിൽ വരുത്തിയിരിക്കുന്ന, അത് പൂർണ്ണമാക്കിയിരിക്കുന്ന, അത് പൂർണ്ണമാക്കി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഈ ക്രിസ്തുവിലുള്ള ഈ ദൈവകൃപ നമ്മൾ നിരാകരിക്കുന്നുവെങ്കിൽ, അത് നിരസിക്കുന്നുവെങ്കിൽ, ഇനി ബാക്കിയുള്ളത് ദഹിപ്പിക്കുന്ന ദൈവം മാത്രമാണ്. ഇത് കരുണയുടെ കാലഘട്ടമാണ്, കൃപയുടെ കാലഘട്ടമാണ്. സഭായുഗത്തെക്കുറിച്ച് പറയുന്ന വേറൊരു പേര് കൃപായുഗം എന്നാണ്. കാരണം യേശുക്രിസ്തു വന്നു, കാൽവരി ക്രൂശിൽ പാപപരിഹാരം പൂർണ്ണമായി നടത്തി, ഇന്ന് സ്വർഗാരോപണം ചെയ്ത് പിതാവ് വലത്ത് ഇരിക്കുകയാണ്. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളെ പാതവിടുക, തൻ്റെ ശത്രുക്കളെ, അത് പിതാവെന്ന ശത്രുക്കളെ തൻ്റെ പാതവിടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് ദൈവമായിരുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവം സൃഷ്ടാവെന്നും അവൻ സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നും എല്ലാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഉള്ളതാണ്. അതുമാത്രമല്ല, ദൈവം സംസാരിച്ചു എന്നുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. രണ്ടാമതായിട്ട് യേശുക്രിസ്തു ആര്? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ശ്രദ്ധയോടെ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, നമ്മൾ സുവിശേഷം കേൾക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അവൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുമാത്രമല്ല, ഇത്ര വലിയ രക്ഷ എന്ന് വേദപുസ്തകം പറയുന്ന ഈ രക്ഷയെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യവും അതിലുള്ള ആശ്വാസവും ലഭിക്കുന്നതും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മാത്രമാണ്. ഈ യേശുക്രിസ്തു പാപപരിഹാരയാഗം എന്നുള്ളത് അത് പരമപ്രധാനമായിട്ടുള്ള പഠന വിഷയമാക്കേണ്ടതാണ്. കാരണം ഇത് നമ്മളെ ഓരോരുത്തരുടെ വ്യക്തിപരമായ രക്ഷയെ സംബന്ധിച്ച കാര്യമായതുകൊണ്ട് നാം ഇത് വേദപുസ്തകത്തിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ നിന്ന്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന്, ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് നാം വായിച്ച് ബോധ്യമാക്കേണ്ട വിഷയമാണ്. വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തു പാപപരിഹാരം വരുത്തി ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മഹിമയിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സിംഹാസനത്തിൽ ഇന്ന് ഭൂഷിതനായിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ പാപപരിഹാരം പൂർത്തിയാക്കിയ ശേഷം പാപപരിഹാരകൻ
ഒരു പാപപരിഹാരകനേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവപുത്രനായ, യഹൂദനായി ജനിച്ച, അസല യഹൂദനായിട്ട് ജനിച്ച മശിഹയ, വാഗ്ദത്ത മശിഹയായ യേശു ക്രിസ്തു മാത്രമാണ് ഏക പരിഹാരകൻ. അവൻ ഇന്ന് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയാണ്. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ പാപപരിഹാരം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് വിഭാവനം ചെയ്ത്, അതെങ്ങനെയാണ് അത് നടപ്പാക്കിയത്, അതെങ്ങനെയാണ് പൂർണ്ണമാക്കിയത്, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടണമല്ലോ. അതെങ്ങനെയാണ് പൂർത്തിയാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് അല്പമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് ഞാൻ വരിക. അതിനുവേണ്ടി നമുക്ക് എബ്രായയിലെ 2-ാം അധ്യായത്തിലേക്ക് പോകാം. ഏകദേശം നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് അല്പമായിട്ട് കടന്നു ചെന്നതാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള 12-ലധികം പഴയ നിയമത്തിൽ നിന്ന്, പ്രവാചന പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇവൻ ദൈവപുത്രനാണ്, ഇവൻ പാപപരിഹാരകനാണ്, അതുകൊണ്ട് ഇവൻ നൽകുന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ നമ്മൾ 9 മുതൽ 10 വരെയുള്ള വാക്യം, 9ഉം 10ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാനിത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. എങ്കിലും ദൈവകൃപയാൽ, ദൈവകൃപ, ഇന്ന് ദൈവം കൃപയാലുമാണ്. ആ കൃപയിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. അത് വിശ്വാസത്താലാണ്. അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഇവിടെ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സംബന്ധിച്ച ഒത്തിരി വെളിപാടുകൾ നമുക്ക് ഈ 9-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അത് നമുക്ക് അതിൽ നിന്ന് 1-2 ഏകദേശം ഞാൻ 4 കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ പാപപരിഹാരകനാകാൻ തക്കവണ്ണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദൂതന്മാരേക്കാൾ അല്പം താഴ്ന്നവനായി. എന്നാൽ ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൂതന്മാർ അവനെ ആരാധിക്കണം. അതൊരു കൽപ്പനയാണത്. ഈസ് വർഷിപ്പബിൾ, ടു ബി വർഷിപ്ഡ് ബൈ ഏഞ്ചൽസ്. എന്നാൽ മനുഷ്യാവതാരത്തിൽ അവൻ ദൂതന്മാരെക്കാളും അല്പം താഴ്ന്നവനായിട്ട് ആണ് ജനിച്ചത്. നമുക്കറിയാം, കാൽവരി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെങ്ങനെയാണ് ജനിച്ചത്. തച്ചനായിരുന്ന ഒരു കുടുംബത്തിൽ അവൻ്റെ മറിയയിൽ സന്തതിയായിട്ട് ജനിച്ച യേശു ക്രിസ്തു പുൽത്തൊഴുത്തിൽ, കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവൻ്റെ താഴ്ച സംഭവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവന് താഴ്ച സംഭവിച്ചു എന്നുള്ളത് അത് പരമപ്രധാനമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ആ ഉപദേശം പഠിക്കേണ്ട വിഷയമാണ്. അവൻ എങ്ങനെയാണ് ആ താഴ്ച വന്നത്, എന്തിനു വേണ്ടിയാണ് താഴ്ച എടുത്തത്. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ അനുഭവിച്ചതുകൊണ്ട് അവൻ്റെ മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി നമുക്ക് കാണുന്നു. താഴ്ന്നവനെ ദൈവം ഉയർത്തി. എന്തിനു വേണ്ടി താണു? നമ്മുടെ പാപപരിഹാരകനാകാൻ വേണ്ടിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ദൂതന്മാരേക്കാൾ അല്പം താഴ്ന്നവനായി. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. എത്രയോ മഹത്വമായിട്ടുള്ള ഒരു കാര്യമാണ്. യു ഷുഡ് ടേസ്റ്റ് ഡെത്ത് ഫോർ എവരി മാൻ എന്ന് എഴുതിയിരിക്കുന്നു. ടേസ്റ്റ് ഡെത്ത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണം അത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. ആ മരിക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യനായിട്ട് അവൻ അവതരിച്ചു, മനുഷ്യത്വം സ്വീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്നാമതായിട്ട് അവൻ മരണം അനുഭവിച്ചു. He tasted death. He died. നാലാമതായിട്ട് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. ഇവിടെ എഴുതിയിരിക്കുകയാണിതെല്ലാം. ദൈവകൃപ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. ദൂതന്മാരൽപ്പം താഴ്ന്നു. യേശു മരണം അനുഭവിച്ചു. അതുകൊണ്ട് ദൈവമനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇവനാണ് നമ്മുടെ രക്ഷകൻ, പാപപരിഹാരകൻ. അതുകൊണ്ടാണ് വേദപുസ്തകം ശക്തമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത്.
ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പാപക്ഷമയുണ്ട്, അവൻ ദൈവത്തോടു കൂടെ നിത്യമായി ജീവിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം നൽകുന്നത് അതുകൊണ്ടാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ് വിശ്വസിക്കുന്ന നമ്മളുടെ അല്ല, നമുക്ക് സൗജന്യം നൽകുന്ന, കൃപയിൽ നൽകുന്ന ഈ കാര്യം നമ്മൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുള്ള എളിമ നമുക്ക് ആവശ്യമാണ്. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ധൈര്യവും നമുക്ക് ആവശ്യമാണ്. ആ ധൈര്യം ലഭിക്കണമെങ്കിൽ ഈ യേശു ക്രിസ്തു നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നാം കടക്കുമ്പോൾ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷകനായ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ദൂതന്മാരെകൾ താണവനായി മരണം അയക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നു? കഷ്ടാനുഭവം തികഞ്ഞവനായി, പെർഫെക്റ്റ് ആയി. ഇതൊക്കെയാണ് എബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഇത് നമ്മൾ ശരിയായിട്ട് അത് തർജ്ജമ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോടുകൂടെ ആകൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ജഡരക്തങ്ങളാണ്. യഹൂദൻ ജഡരക്തങ്ങളോട് കൂടിയവനാണ്. യഹൂദനായിട്ട് ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ഈ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ഒരു യഹൂദനെ പോലെ ഇരിക്കും, ദാവീദിൻ്റെ പുത്രനെ പോലെ ഇരിക്കും. അതായിരുന്നു അവനെക്കുറിച്ച് പറയുന്നത്. ജഡരക്തങ്ങളോട് കൂടി അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. എത്രയോ ആശ്വാസമുള്ള കാര്യം. മരണഭീതി, എത്ര വയസ്സായിട്ട് മരിച്ചാലും മരണം അത് ഭീതി നൽകുന്ന ഒന്നാണ്. നമ്മുടെ ജീവനെ വിട്ട്, നമ്മുടെ ബന്ധുമിത്രാദികളെ വിട്ട്, ഈ ലോകത്തെ വിട്ട് നാം മരണത്തിലേക്ക് കടക്കുകയാണ്. അത് വളരെ, വേദപുസ്തകം പറയുന്നത് അത് വളരെ ദുഃഖകരവും പ്രയാസകരവും വേദനാജനകവുമാണ് എന്നാണ്. അതിനോടുള്ള ബന്ധത്തിൽ സ്ത്രീകളുടെ പ്രസവ വേദനയോട് അതിനെ തുല്യപ്പെടുത്തിയിട്ടുണ്ട്, തുലനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മരണം ആസ്വദിച്ചു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മരണത്തിൻ്റെ അധികാരി എങ്ങനെയാണ് പിശാച് മരണത്തിൻ്റെ അധികാരിയായി? ആദാം പാപം ചെയ്തതുകൊണ്ട്. സാത്താൻ തൻ്റെ ഭാര്യയായ ഹന്നയെ പ്രലോഭനപ്പെടുത്തി വഞ്ചിച്ച, അവൾ തിന്നു, അവൻ്റെ ഭർത്താവിന് കൊടുത്തു, ആദാമിന് കൊടുത്തു, ആദാമും തിന്നു. അങ്ങനെ ആദാം തിന്നതുകൊണ്ട് അവന് മരണശിക്ഷ ലഭിക്കുകയാണ്. അതോടുകൂടി ആദാമും അവൻ്റെ സകല മക്കളും, ഈ ഭൂമി തന്നെ സാത്താന് അധിപതിയായി. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ വിഷയങ്ങളൊന്നുമില്ല, വേദപുസ്തകത്തിൽ ശക്തമായ ഒരു ഉപദേശമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണഭീതിയിൽ നിന്ന് വിടുവിക്കാനുള്ള ഒരു പ്രത്യാശ ജീവന് നൽകുകയും, ജീവൻ്റെ പ്രത്യാശയും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള ജീവിതവും നിത്യമായ പ്രത്യാശയും നൽകുന്ന ഒരു ദൂതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിക്കേണ്ടി വന്നു. ഇവിടെ അപ്രകാരം എഴുതിയിരിക്കുന്നു, നമ്മൾ വിടുവിച്ച് എന്നുള്ളത് 16-ാം വാക്യത്തിൽ, ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല അബ്രഹാമിൻ്റെ സന്തതി സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. യേശു ക്രിസ്തു സാക്ഷാൽ യഹൂദനായിട്ട് ജനിച്ചവനാണ്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ആദാമിൻ്റെ പാപത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തത്തുല്യമായ ഒരു മനുഷ്യൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യാവതാരം. എന്നാൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവവും മനുഷ്യന് വേണ്ടി, മനുഷ്യനും എന്നുള്ള നിലയിൽ അത് പൂർണ്ണമായിട്ട് അത് സാധിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ സാധിച്ചു എന്നുള്ളതാണ് മർമ്മസത്യം എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിനുശേഷം 18-ാം വാക്യത്തിൽ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. വിവിധ സാഹചര്യങ്ങളിൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ പാപം ചെയ്തില്ല. അതുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ പാപനിമിത്തവും അല്ലാതെ പ്രശ്നങ്ങളിലേക്കൂടെ കടന്നു പോകുമ്പോൾ അവൻ സഹായിക്കാൻ കഴിവുള്ളതാണ്. കാരണം എന്താണ്? അത് നമ്മളെ പോലെ അതിലൂടെ കടന്നു പോയ ഒരു മഹാപുരോഹിതനും ശ്രേഷ്ഠ യഹൂദനുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് അവൻ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള രക്ഷയും അവനെ പിൻപറ്റുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ശക്തമായി ഉപദേശമായി അത് പഠിക്കുകയും വിശ്വസിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിവിടെ 6 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ച വിഷയങ്ങളിൽ നിന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്നാമതായി, ജഡരക്തങ്ങൾ കൂടിയവനായി യേശുക്രിസ്തു മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനായിട്ട് ജനിച്ചു. കന്യകയിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിൽ ജനിച്ചു. അതുകൊണ്ട് പാപരഹിതനാണ്. അവൻ പാപം ചെയ്തില്ല. പരീക്ഷിക്കപ്പെട്ടു, എന്നാലും പാപം ചെയ്തില്ല. ഇതെല്ലാം വളരെ ശക്തമായ ദൈവശാസ്ത്രപരമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. മൊത്തം ബൈബിളിൽ നിന്ന് നമ്മുടെ രക്ഷകനെ സംബന്ധിച്ച് ഇവന് നമ്മളെ രക്ഷിക്കാൻ കഴിയും, ഇവൻ്റെ പാപപരിഹാര വലിയ മതിയായതാണോ, ഇനി വല്ലതും ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഒരു ധാരണ ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല എന്നാണ് വേദോസ്തവം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരമയാഗം, അവൻ്റെ മരണം, അത് മാത്രം മതി, യേശു മാത്രം മതി എന്നുള്ള അത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ജഡരക്തങ്ങളോട് കൂടിയവനായി. രണ്ടാമത് മരണാധികാരിയായ പിശാചിനെ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ നീക്കി. അതുകൊണ്ട് ഇന്ന് സാത്താനെയോ മരണത്തെയോ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജീവനുള്ള യേശുക്രിസ്തുവിൽ മരിച്ചു പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ വസിക്കുന്ന ഈ യേശുക്രിസ്തുവിലാണ് നമ്മൾക്ക് സുരക്ഷിതത്വമുള്ളത്, ആശ്വാസമുള്ളത്, പ്രത്യാശം ഉള്ളത്. മൂന്നാമതായിട്ട് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ചു. Yes, delivered. He became a propitiation for sin for the people, and he delivered us. അവൻ നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമായി തീർന്നു എന്നുള്ളത് അതാണ് ഈ പ്രൊപ്പീറ്റിയേഷൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തൃപ്തനായി. നമ്മൾ മരിച്ച സ്ഥാനത്ത് ആ മരണത്തിന് പകരമായിട്ട് മരണത്തിൻ്റെ അധിപതിയായ സാത്താനെ തോൽപ്പിച്ച് ജയാളിയായിട്ട് മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതെല്ലാം എത്രയോ ശക്തമായ ഉപദേശങ്ങളാണ്. സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ജനിച്ചു വളർന്ന ആ സമ്പ്രദായങ്ങളിൽ ജീവിക്കുകയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ദൈവത്തിലേക്ക് കടക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നാം പോകേണ്ടി വരും. ജീവനുള്ള ദൈവം അത് നമ്മളെ ചുട്ടുകരിക്കുന്ന ദൈവമാണ്. കാരണം എന്താ? നമ്മൾ കൃപ സ്വീകരിച്ചില്ലെങ്കിൽ, കൃപയിലേക്ക് കടന്നില്ല എങ്കിൽ അത് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അസൽ യഹൂദൻ്റെ സദൃശനായി ജനിച്ചവനാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവിക പദ്ധതിയിൽ എബ്രാഹിമിനെ തിരഞ്ഞെടുത്തു, അവന് വേണ്ടി കുടുംബം ഉണ്ടാക്കി, ആ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രമുണ്ടാക്കി, അതിൽ നിന്ന് ദാവീദ് കുലത്തിൽ ജനിച്ചവനാണ് യഹൂദനായ മശീഹ. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുമാത്രമല്ല, പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചു. യേശുക്രിസ്തു സഫേർഡ് ആൻഡ് ഡൈഡ്. കഷ്ടമനുഭവിച്ചു,
മരിച്ചു. നമുക്കറിയാം കഷ്ടാനുഭവം എന്തായിരുന്നു എന്ന്. കഷ്ടമനുഭവിച്ചു, മരിച്ചു. പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചു. അതുകൊണ്ട് അവൻ ആ മനുഷ്യത്വം സ്വീകരിച്ച് മനുഷ്യനായി ജീവിച്ച് കാൽവരി ക്രൂശിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് അവന് നമ്മളുടെ ബലഹീനതയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. പരീക്ഷകളിൽ നമ്മൾ സഹായിക്കാനായിട്ട്, പരീക്ഷണങ്ങളിൽ കടന്നു പോകുന്ന സഹായിക്കാനായിട്ട് അവൻ കഴിവുള്ളവൻ. ഈസ് ഏബിൾ എന്നുള്ളത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ച വേദഭാഗം എബ്രായയിലെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നാം സ്വീകരിച്ച് പറയുന്ന, അതിനാണ് ഈ കൺഫെഷൻ എന്ന് പറയുന്നത്. ദൈവം എന്ത് പറയുന്നുവോ അത് തന്നെ ഞാൻ ഏറ്റു പറയുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. തിരുവചനത്തിൽ ദൈവിക സത്യങ്ങൾ അടർത്തിയെടുത്ത് അതിനെ ഒരു ലഘുലേഖയാക്കിയിട്ട് നമുക്ക് ഓർമ്മിക്കാനും അത് മനസ്സിലാക്കുവാനും തക്കവണ്ണമുള്ള ഒരു കാര്യമാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ആ വിശ്വാസ പ്രമാണം അതിന് നമ്മൾ ഏറ്റുപറച്ചിൽ എന്നാ പറയുക. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ദൈവവിശ്വാസികളായിട്ടുള്ള ബൈബിൾ വിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവർ എല്ലാവരും തന്നെ, എല്ലാ വിവിധ വിഭാഗങ്ങളിലുള്ള എല്ലാവരും തന്നെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ, അവരെല്ലാവരും തന്നെ ആദ്യത്തെ 4 വിശ്വാസ പ്രമാണങ്ങൾ, ക്രീഡ്സ്, അതിൽ വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അത് തന്നെയോ എന്ന് പരിശോധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് ഏറ്റുപറച്ചിലെന്നും പിന്നെ സ്വീകരിച്ച് പറയുക എന്ന് 2 വിധത്തിലാണ് ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ തിരുവചനത്തിൽ നിന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ ബാലാരിവട്ടം ബൈബിൾ ചർച്ച് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് അത് ഞങ്ങൾ നെറ്റിലിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, വാട്ട് വി ബിലീവ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഞങ്ങൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവത്തിലുള്ള 3 വ്യക്തികളിൽ വിശ്വസിക്കുന്നു, അവരുടെ സമത്വത്തിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും, എന്നാൽ 2 സ്വഭാവങ്ങളുള്ള, ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവമുള്ള ഏക വ്യക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനവൻ്റെ ഹിതമുണ്ട്, ദൈവം എന്നുള്ള നിലയിൽ അവന് ഹിതമുണ്ട്. എന്നാൽ ഈ ദൈവം, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ഒരിക്കൽ അത് സംയോജിക്കപ്പെട്ടപ്പോൾ, അതിനാണ് നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ തിയോളജിയിൽ പറയുന്നത്. ഹൈപ്പോസ്റ്റാറ്റ്, 2 നേച്ചേഴ്സ്, 2 ദൈവവും മനുഷ്യനും 2 ചേർന്ന് ഒരു സംയോജനം നടന്നു. അതിനാണ് നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, സാധാരണ ഭാഷയിൽ അത് മനുഷ്യാവതാരം എന്ന് പറയും. ഈ മനുഷ്യാവതാരം അത് സ്ഥിരമാണ്, അത് മാറ്റുന്നതല്ല. ആ വ്യക്തി തന്നെയാണ് ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്. ആ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി വീണ്ടും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മുറുകെ പിടിക്കണം. 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മൾ സ്വീകരിച്ച കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സഭയിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ തിരുവചനത്തിൽ നിന്ന് പരിശോധിച്ച് അത് ശരിയായിട്ടുള്ള ദൈവമാണോ, ശരിയായിട്ടുള്ള ക്രിസ്തുവാണോ, ശരിയായിട്ടുള്ള പാപപരിഹാരമാണോ എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ കൺഫെഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിൽ അധികാരിയായി പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ വിശ്വാസത്യങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളത്, നാം ഇത് മുറുകെ പിടിച്ചതുകൊണ്ടല്ല നമുക്ക് പാപരക്ഷമ ലഭിക്കുന്നത്, നമ്മുടെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അവൻ സാക്ഷാൽ രക്ഷകനും പാപപരിഹാരകനും പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ടുമാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, പാപക്ഷമ ലഭിക്കുന്നത്, നമുക്ക് പാപപരിഹാരം ലഭിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്
മൂല്യങ്ങളുണ്ടാകുകയുള്ളൂ, ക്രൈസ്തവ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വളരെ പരാധീനയിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് അത് ശക്തമായി ഉപയോഗിച്ചു. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായരുടെ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നു പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? അവൻ നമുക്ക് എന്ത് ചെയ്തു? അത് ശക്തമായ ഉപദേശം നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. അത് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളും തയ്യാറാകരുത്. കാരണം ഇത് വേദോസ്തവത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകളാണ്. 10-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യവും 10-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറയുന്നത്. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ദൈവം വിശ്വസ്തനാണ്, ക്രിസ്തു വിശ്വസ്തനാണ്, യേശു ക്രിസ്തു വിശ്വസ്തനാണ്. അതുകൊണ്ട് നാം വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസതകൾ നമ്മൾ മുറുകെ പിടിച്ച് വിശ്വസ്തരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലെ ദൈവം, ക്രിസ്തു, പാപപരിഹാരം വാസ്തവമായുള്ള കാര്യമാണ്. അത് വിശ്വാസത്താൽ, ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുകയാണ്. അത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. ആ ജീവിതം എങ്ങനെയായിരിക്കണം? നമ്മൾ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? പഴയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നാം പറയുകയുണ്ടായി, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. വെരി സിമ്പിൾ. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. വെരി സിമ്പിൾ. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചു, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ആര് മരിച്ചുവോ അവന് വേണ്ടി നമ്മൾ ജീവിക്കണം. 2 കൊരിന്ത്യർ 10-25 വാക്യത്താണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. നമുക്ക് വേണ്ടി ആര് മരിച്ചുവോ അവന് വേണ്ടി നാം ജീവിക്കണം. ഇവിടെ പറയുന്നത് നമ്മൾ അവന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജീവിതശൈലി എന്ന് പറഞ്ഞാൽ കർത്താവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി ആയിരിക്കണം. അതുമാത്രമല്ല, ഈ ദൈവപുത്രനായ യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദൈവപുത്രനായ യേശുവിനെ മുറുകെ പിടിക്കുക. അവനെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. അപ്പം അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ദൈവശാസ്ത്രങ്ങൾ പഠിക്കാനുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം, രക്ഷയെ സംബന്ധിച്ച ദൈവശാസ്ത്രം എന്ന് പറയും. ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ നോക്കുമ്പോൾ, അത് ദൈവശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രദ്ധയോടുള്ള ജീവിതമായിരിക്കണം. അത് കരുതിക്കൊള്ളണം. അതുമാത്ര വലിയ ലക്ഷ്യം നമ്മൾ ഗണ്യമാക്കണം. നമുക്കിവിടെ മരിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അതുകൊണ്ട് ദൈവം നമ്മളെ ഉത്തരവാദികളായി തീർത്തിരിക്കുകയാണ്. വി ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. അതിന് റെസ്പോൺസിബിലിറ്റി സംബന്ധിച്ച് ദൈവശാസ്ത്രമാണ്. ഇതെല്ലാം ദൈവകൃപയാൽ നമുക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതമുണ്ട്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിൽ സുവിശേഷം കേട്ടാൽ വിശ്വസിക്കുമ്പോഴാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യു ഹിയർ ദി ഗോസ്പൽ ആൻഡ് യു ബിലീവ്. അത് കൃപയാൽ സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ്. അത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു, വേദോസം വായിക്കുന്നു, ദൈവസ്ഥാനം മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം തുടരുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പുത്രനെ അയച്ച് അവൻ്റെ പാപപരിഹാരം മരണം നിമിത്തം ഞങ്ങൾക്ക് ഇന്ന് സമ്പൂർണ്ണമായ രക്ഷ അവിടെ സൗജന്യമായി കൃപയാൽ നൽകുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൈവിക സത്യങ്ങൾ തിരുവചനം വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മ സഹവാസവും ഞങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.